നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ലേ? അതിപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഫോക്കസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഫോക്കസ് കൂട്ടാനായിട്ട് പറ്റും? അതിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫ്രെയിം വർക്ക് ആൻഡ് അതെങ്ങനെ നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഈയിടെയായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ടിരിക്കും, ബട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടാവില്ല, ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിലും മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് ലേസിനെസ് ഒന്നുമല്ല, നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം എന്നുണ്ട്, ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ക്രോം ബ്രൗസറിൽ 40 ടാബ് ഒരുമിച്ച് ഓപ്പൺ ചെയ്തിട്ട പോലെ ഉണ്ടാവും. മീൻസ് ഫുള്ള് ചിന്തകളാവും നോൺ സ്റ്റോപ്പ്. ആൻഡ് നിങ്ങൾക്ക് മാത്രമല്ല ഇത് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ പേരുണ്ട്. നിങ്ങളിങ്ങനെ ലോ പവർ മോഡിൽ കുറേ നേരം പോയിക്കൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് കുറയാൻ തുടങ്ങും. ആൻഡ് ഇത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഫോക്കസ് പോവുകയല്ല ചെയ്യുന്നത്, സ്ലോലി ഫോക്കസ് കുറയാൻ തുടങ്ങും. മുമ്പത്തെ പോലെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട്, നിങ്ങൾ ഇതും പറഞ്ഞ് നിങ്ങളെ തന്നെ കുറേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവരുടെ ലൈഫ് സെറ്റാണ്, എല്ലാവരും എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് മാത്രമാണ് ഒന്നും ആവാതെ നിൽക്കുന്നത് എന്നൊക്കെ. ആളുകൾ റൂട്ടീൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, ഡിസിപ്ലിനെ കുറിച്ച് സംസാരിക്കുന്നു, മൊമെൻറ്റം, സക്സസ്. ആൻഡ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് സ്വയം തോന്നിപ്പോവും. സോ ഈ മെൻ്റൽ ടയേർഡ്നെസ് ഒരു പേഴ്സണാലിറ്റി ഫ്ലോ ഒന്നുമല്ല, നിങ്ങൾ ലൈഫിൽ തോൽക്കുകയാണ് എന്നൊന്നും അത് മീൻ ചെയ്യുന്നില്ല. ആക്ച്വലി അതൊരു സിഗ്നലാണ്. എന്ത്? നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ്, പക്ഷേ നമ്മൾ അതിന് ചെവി കൊടുക്കാറില്ല. വി ഡോണ്ട് ലിസൺ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഫോക്കസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൽ പവറിനെയാണ് എന്നാണ്. ലൈക്ക് നിങ്ങൾ കൂടുതലായിട്ട് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയും അങ്ങനെ. ബട്ട് ശരിക്കും അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത്. ഫോക്കസ് ഒരു മസിൽ പോലെയല്ല, പകരം ഒരു ബാറ്ററി പോലെയാണ്. ബാറ്ററി ഡ്രെയിൻ ആയാൽ, ബാറ്ററി കുറഞ്ഞാൽ പിന്നെ എത്ര ഡിസിപ്ലിൻ ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ബ്രെയിനിന് ഡെയിലി ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, ഓരോ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴും, വിഷമിച്ചിരിക്കുമ്പോഴും, ഓരോ ടാസ്ക് കംപ്ലീറ്റ് ആക്കുമ്പോഴും ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഒരേ ഒരു എനർജി സോഴ്സിനെയാണ്. ആൻഡ് ആ സോഴ്സ് കുറഞ്ഞാൽ ദെൻ ഫോക്കസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇറ്റ് ഫ്രാഗ്മെൻറ്റ്സ്. അതുകൊണ്ടാണ് നിങ്ങൾ ഡെയിലി എത്ര നേരം വർക്ക് ചെയ്താലും ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആകാൻ കഴിയാത്ത പോലെ തോന്നുന്നത്. ബിസിയാണ് ബട്ട് ഫോക്കസ്ഡ് അല്ല. നിങ്ങളുടെ ശ്രദ്ധ ഒരുപാട് കാര്യങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ആണ്, സ്പ്ലിറ്റാണ്. ആൻഡ് കുറേ പേര് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, മെൻ്റൽ ടയേർഡ്നെസ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല, മറിച്ച് കുറേ കാര്യങ്ങൾ റെസ്റ്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഒരു പ്രോപ്പർ ക്ലോഷർ ഇല്ലാതാവുമ്പോൾ, പ്രോസസ്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് സ്പേസ് കൊടുക്കാതിരിക്കുമ്പോൾ. നിങ്ങളുടെ ഫോൺ യൂസേജ് തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഫോൺ എടുക്കുന്നു, ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യും, സ്വൈപ്പ് ചെയ്യും, മറ്റൊരു ആപ്പ് ഓപ്പൺ ചെയ്യും, സ്വൈപ്പ് ചെയ്യും, ക്ലോസ് ഇറ്റ്, പിന്നെ മറ്റൊരു ആപ്പ്, ദെൻ അഗെയിൻ ആദ്യം എടുത്ത ആപ്പ് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇത് റിപ്പീറ്റാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ടാസ്കും കംപ്ലീറ്റ് ആവുന്നില്ല. അതൊന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കോൺസ്റ്റൻ്റ്ലി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലൂടെ വേറെ കുറേ ചിന്തകൾ പോകുന്നുണ്ടാവും ഇല്ലേ? നിങ്ങളുടെ ബ്രെയിൻ ഇതിനെയെല്ലാം ഒരേ സമയത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എക്സ്ഹോസ്റ്റിംഗ്. സോ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൊഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കുക എന്നതാണ്. നിങ്ങളെ കൂടുതലായിട്ട് പുഷ് ചെയ്യൊന്നും വേണ്ട, പകരം ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതി. ബിക്കോസ് ഒരു ക്ലട്ടേർഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് ഒരിക്കലും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾ കുറച്ച് സ്മാർട്ട് ആവണം. ഫോക്കസ് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മളുടെ ഫ്രെയിം വർക്കിൻ്റെ പേര് 3 റൂംസ് ഫ്രെയിം വർക്ക് എന്നാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ സ്പേസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു രീതിയാണ് നിങ്ങളുടെ ഫോക്കസ് കൂട്ടാനായിട്ട്. നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ മൈൻഡിന് 3 റൂമുകളുണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം.
ഓക്കെ, ഫസ്റ്റ് റൂമിൻ്റെ പേരാണ് ഇൻപുട്ട് റൂം. ഇതിലോട്ടാണ് എല്ലാ ചിന്തകളും വരുന്നത്. മെസ്സേജസ്, ടാസ്കുകൾ, സങ്കടങ്ങൾ, ഐഡിയാസ്, നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഓൺലൈനിൽ കണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, എക്സെട്ര എല്ലാതും ആദ്യം എൻ്റർ ചെയ്യുന്നത് ഈ റൂമിലേക്കാണ്. രണ്ടാമത്തെ റൂമാണ് പ്രോസസ്സിംഗ് റൂം. ഇവിടെയാണ് ആക്ച്വലി നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, എല്ലാതും പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ റൂം റിലീസ് റൂമാണ്. ഇവിടെയാണ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുകളയേണ്ടത്, റിലീസ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയ ടാസ്കുകൾ, എടുത്ത തീരുമാനങ്ങൾ, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾ, എക്സെട്ര. ഈ റൂമാണ് നിങ്ങളുടെ സിസ്റ്റത്തെ ക്ലിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ഫുൾ ടൈം ഇൻപുട്ട് റൂമിലാണ്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അകത്തേക്ക് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ ഇൻഫർമേഷൻസ്, പുതിയ ടാസ്കുകൾ, പുതിയ വെറീസ്, പുതിയ ഡിസ്ട്രാക്ഷൻസ്. ബട്ട് നമ്മൾ അധികമൊന്നും പ്രോസസ്സിംഗ് റൂമിലോട്ട് കൊണ്ടുപോകാറില്ല. ആൻഡ് റിലീസ് റൂമും ഒട്ടും യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻപുട്ട് റൂമിൽ തന്നെ നിൽക്കും. ഇൻപുട്ട് റൂം ഫുള്ളാവും, ഓവർഫ്ലോയിങ് ഉണ്ടാവും, കയോട്ടിക് ആവും. ആൻഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്ടിവിറ്റി ഹാക്ക് യൂസ് ചെയ്താലും ഇത് ഫിക്സ് ആവാൻ പോകുന്നില്ല. ബിക്കോസ് പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതല്ല, ബട്ട് നിങ്ങളുടെ സിസ്റ്റം ജാം ആയിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഫോക്കസ് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതല്ല, ബട്ട് നമ്മൾ ഇൻപുട്ട് റൂം ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് പ്രോസസ്സിംഗ് റൂമിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പാർട്ട് 1, സ്ലോ ദ ഇൻപുട്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുകയും അറിയുകയും റെസ്പോണ്ട് ചെയ്യുകയും ഒന്നും വേണ്ട. നിങ്ങളുടെ മൈൻഡിലോട്ട് ഡെയിലി കയറുന്ന കാര്യങ്ങളിൽ മിക്കതും അർജൻ്റ് ആയിരിക്കില്ല, കൂടുതലും ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. സോ ഇനി മുതൽ നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട് എന്നൊന്ന് ഒബ്സേർവ് ചെയ്യാം. എവറി സ്ക്രോൾ, എവറി ചെക്ക്, എവറി ഓപ്പൺ ടാബ്, എവറി ഹാഫ് റെഡ് ആർട്ടിക്കിൾ എല്ലാം മേൽക്ക് മേലെ വന്ന് കിടക്കുന്നുണ്ടാവും. ദെൻ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുന്നുണ്ടാവും. സോ ഇൻപുട്ട് എടുക്കുന്ന കാര്യങ്ങൾ സ്ലോ ഡൗൺ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഫുള്ള് സ്റ്റോപ്പ് ചെയ്യണം, ഈ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. ബട്ട് ഇനി മുതൽ നിങ്ങളുടെ മൈൻഡിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പോകുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ഇൻറ്റൻഷനൽ ആവണം. ആവശ്യമില്ലാത്തതൊക്കെ കുറയ്ക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇൻപുട്ട് കുറച്ചാൽ ക്ലട്ടർ കുറയും. ഫ്യൂവർ ഇൻപുട്സ് ലെസ് ക്ലട്ടർ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രെയിനിന് നന്നായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഹാസ് റൂം ടു തിങ്ക്. പാർട്ട് 2, ഫിനിഷ് ഓർ റിലീസ്. ഇത് പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, ബട്ട് അതൊന്നും ഫിനിഷ് ചെയ്യില്ല. പലതിനെയും പറ്റി ചിന്തിക്കും, ബട്ട് തീരുമാനങ്ങൾ എടുക്കില്ല. നമ്മൾ വിഷമിച്ചിരിക്കും, ബട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കില്ല. ആൻഡ് അതൊക്കെ നിങ്ങളുടെ ഇൻപുട്ട് റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കും, കൂടുതൽ സ്പേസ് എടുത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. സോ ഹിയർ ഈസ് ദ ഷിഫ്റ്റ്. ഓരോ കാര്യം നിങ്ങളുടെ മൈൻഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴും സ്വയം ചോദിക്കാം, ഇതെനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, അതോ അതിന് റിലീസ് ചെയ്യണോ? ഫിനിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ആക്ഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പകുതിക്ക് വെച്ച് നിർത്താനല്ല, ശരിക്കും കംപ്ലീറ്റ് ആക്കണം, ലൂപ്പ് ക്ലോസ് ചെയ്യണം. റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് ഗോ. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ നിങ്ങൾക്കത് വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിടാം, ഓർ ജസ്റ്റ് ലെറ്റ് ഗോ. അതിങ്ങനെ കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല. 2 ഓപ്ഷൻസും റൂം എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോക്കസ് കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. ആൻഡ് പാർട്ട് 3, പ്രൊട്ടക്റ്റ് ദ പ്രോസസ്സിംഗ് റൂം. നിങ്ങളുടെ സ്പേസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിനെ ഗാർഡ് ചെയ്യണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബിക്കോസ് പ്രോസസ്സിംഗ് റൂമിലാണ് ആക്ച്വലി ഫോക്കസ് ഉള്ളത് ആൻഡ് ഇറ്റ്സ് ഫ്രജൈൽ. നിങ്ങൾ ഫോക്കസ് ചെയ്യാനിരിക്കുമ്പോൾ ഒരു കാര്യം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വേറൊന്നിനെയും ഇനി അകത്തേക്ക് വിടില്ല. അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി ഞാൻ വേറൊന്നും ചെയ്യാൻ പോവില്ല എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ്. നോ ചെക്കിങ്, നോ സ്വിച്ചിങ്, ജസ്റ്റ് 1 സിംഗിൾ ടാസ്ക്. സോ ആ റൂം VIP റൂമാണ്. ആൻഡ് നല്ല പ്രൊട്ടക്ഷൻ വേണം. ഒരു 10 മിനിറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സമയം ചിലപ്പോൾ 2 മണിക്കൂർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. സോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്യുക. നോട്ട് ഫോർ എവർ, ബട്ട് കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു കാര്യം ഒന്ന് പ്രോസസ്സ് ചെയ്തോട്ടെ വിത്തൗട്ട് ഇൻ്റർഫിയറൻസ്. ആൻഡ് ഇത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ഫോക്കസ് തിരിച്ചു വരും. യു ക്യാൻ ബി പ്രസൻറ്റ് വിത്ത് വൺ തിങ്, ടു തിങ്ക് ക്ലിയർലി, ടു നോട്ട് ഫീൽ ലൈക്ക് യു ആർ ഡ്രൗണിങ് ഇൻ യുവർ ഓൺ മൈൻഡ്. അതാണ് ഈ ഫ്രെയിം വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സൂപ്പർ പവേഴ്സ് ഒന്നും തരുന്നില്ല, ജസ്റ്റ് കുറച്ച് സ്പേസ് തരുന്നു.
സോ ഇനി എങ്ങനെ ഇത് നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം? ഓക്കെ, ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഈ ആഴ്ച നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഇതുവരെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനും പറ്റിയിട്ടില്ല, എന്നാൽ റിലീസ് ചെയ്യാനും പറ്റിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? 10-25 എണ്ണം പറയേണ്ട, ഒറ്റൊന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റൊന്ന്. മേ ബി നിങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചിട്ടും ഇതുവരെ പറയാത്ത ഒരു കാര്യമായിരിക്കാം, ഒരാളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമാവാം, ആഴ്ചകളോളമായിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയ എന്തെങ്കിലും ടാസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമമായിരിക്കാം. വാട്ട് എവർ, ഒരെണ്ണം പിക്ക് ചെയ്യുക ആൻഡ് ഈ ആഴ്ച തന്നെ അത് ഇൻപുട്ട് റൂമിൽ നിന്ന് ക്ലിയർ ചെയ്തിരിക്കണം. നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആക്ച്വലി ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങോട്ട് ചെയ്തു തീർക്കുക, കംപ്ലീറ്റ് ഇറ്റ്. അതത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ക്ലോസ് ദ ലൂപ്പ്. ഇനി നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ദെൻ അത് റിലീസ് ചെയ്യുക. എന്തിനാ വെറുതെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? റിലീസ് ഇറ്റ്. അത് ഡയറിയിലോ ബുക്കിലോ എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. കീപ്പ് ഇറ്റ് എക്സ്റ്റേണൽ. അത് പിന്നെ നോക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യമല്ല എന്നങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദി ആക്ഷൻ. ഒരു കാര്യം മൂവ് ചെയ്തു, അത്രയും സ്പേസ് നിങ്ങൾക്ക് കിട്ടി. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ഈ മൂവ് ചെയ്ത കാര്യം ചെറുതാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് അതൊരു ആശ്വാസം കിട്ടും, ബ്രെയിനൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിനിപ്പോൾ അറിയാം എല്ലാം കൂടി ഞാൻ ഒരേ സമയത്ത് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്, അതിന് നല്ലൊരു സിസ്റ്റം ഉണ്ട് എന്ന്. അത് മൂവ് ചെയ്തോളും. ആൻഡ് അതങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫോക്കസ് തിരിച്ചു വരാനും തുടങ്ങും, ലിറ്റിൽ ബൈ ലിറ്റിൽ. നിങ്ങളുടെ എൻറ്റയർ ലൈഫ് തന്നെ ഈ ഒറ്റ ആഴ്ച കൊണ്ടൊന്നും മാറ്റൊന്നും വേണ്ട, പതുക്കെ വൺ തിങ് അറ്റ് എ ടൈം. ആൻഡ് എനിക്കറിയാം ഇതാദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാവും, ലൈക്ക് എനിത്തിങ് വി ഡു. ബട്ട് നിങ്ങൾ എത്രത്തോളം ഇത് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളിതിൽ ബെറ്ററായി വരും, ഫോക്കസ് കൂടി വരും. ട്രൈ ഇറ്റ്. ഓക്കെ, സോ ഗിവ് യുവർ സെൽഫ് പെർമിഷൻ ടു മൂവ് സ്ലോലി, ടു ക്ലിയർ വൺ റൂം അറ്റ് എ ടൈം, to rebuild at a pace that doesn't drain you further. You're doing better than you think. Okay, so ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.